ഹലോ വെൽക്കം ബാക്ക്. എൻ്റെ ഫോണിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ അങ്ങനെ അപ്ലോഡ് ചെയ്യാതിട്ടത്. അപ്പോൾ ഇത് കുറേ മുന്നെടുത്തൊരു ചക്കക്കൂട്ടാൻ മേക്കിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓർത്ത് എത്ര കഷ്ടപ്പെട്ട് എടുത്തതാണ്, നിൽക്കട്ടെ അവിടെ നിന്ന്. അങ്ങനെ ഏതായാലും ചക്കക്കൂട്ടാനും ജീരകക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ആർക്കും അറിയാത്ത കേസൊന്നുമല്ല, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഡയറ്റിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ പലരും പറയാറുണ്ട് ഇങ്ങനെ ബ്രോയിലർ കോഴി കഴിച്ചാൽ തന്നെ തടി കൂടും, പിന്നെ ഇങ്ങനെ ഇറച്ചി എന്തോ കഴിച്ചിട്ട് നിൽക്കല്ലേ, അരിഭക്ഷണം അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല, അത് ഇതെന്നൊക്കെ. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടോ വെച്ചാൽ ഇല്ല, എന്നാൽ ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു പറഞ്ഞ പോലെയാണ്. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ ഈ ഒരു ഡയറ്റിലേക്ക് വരാനുണ്ടായ കാരണം കേട്ടോ പറയണേ. കുറച്ച് മുന്നേ LCHF എന്ന് പറഞ്ഞ ഡയറ്റ് ഒരു തരംഗം തന്നെ, ഇനി എവിടെ നോക്കിയാലും അതിൻ്റെ വീഡിയോസും ആ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അത് ചെയ്ത 1-2 പേര് എന്നോട് പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അങ്ങനെ ഞാൻ സ്ട്രിക്റ്റായിട്ട് 1 മന്ത് അത് ട്രൈ ചെയ്തു. ആ ഒരൊറ്റ മാസം ഞാൻ കുറഞ്ഞത് 10 കിലോ ആണ് കേട്ടോ. പിന്നെ ഞാൻ അത് നോർമൽ ഫുഡിലേക്ക് വന്നപ്പം ഞാൻ നോർമൽ ഫുഡിലേക്ക് പെട്ടെന്നൊന്നും വന്നില്ല. കുറച്ചായിട്ട് അരിഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെ കൂടാനും തുടങ്ങി. അതൊരു ഫാക്റ്റാണ്. അതിനിപ്പോൾ നമ്മൾ 10,000 രൂപ കൊടുത്തിട്ട് മരുന്ന് കുടിക്കുന്നവരും ഉണ്ട് തടി കുറയാനായിട്ട്. അതും ഇതുപോലെ തന്നെ ഉണ്ടാവാറുണ്ട്. എല്ലാ കേസിലും എന്നല്ല, ചില കേസിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഓരോരുത്തരുടെ ശരീരത്തിനൊക്കെ അനുസരിച്ചായിരിക്കും. അപ്പോൾ അതൊക്കെ എന്തോ ആവട്ടെ. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് നല്ല ഓരോ പൈസ ചിലവും ഇല്ലാതെ നമ്മളെ ജീവിത ചിലവ് പോലും കുറവാണ് കേട്ടോ ഈ മുട്ട ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ ഡയറ്റ് ചെയ്തിട്ട് എനിക്ക് 10 കിലോ കുറക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിന് വേറെ ഡയറ്റിനെ കുറിച്ച് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ അരിഭക്ഷണം കുറച്ചിട്ട് ഈ മുട്ട കഴിക്കൽ, ചിക്കൻ കഴിക്കൽ ഒക്കെ തുടങ്ങിയത്. ചിക്കൻ കഴിക്കുക, മീൻ കഴിക്കുക വെച്ചാൽ എന്നും ഇങ്ങനെ ഇത് കഴിക്കുക എന്നല്ല, നമ്മൾ വീട്ടിലേക്ക് നോർമലി വാങ്ങിക്കുന്നതെന്ന് 1-2 പീസ് ഞാൻ അധികം എടുക്കും, അത്രയേ ഉള്ളൂ. നമ്മൾ അരിഭക്ഷണം ഒഴിവാക്കി ഷുഗർ ഒഴിവാക്കിയൊക്കെ നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ 1-2 തവണ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ എനിക്കത് എഫക്റ്റീവായിട്ടുണ്ട്. എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും മാഷാഅല്ലാഹ് ഇതുവരെ വന്നിട്ടില്ല. അപ്പം എൻ്റെ ബോഡിയിൽ അത്രയും ഞാൻ ഇപ്പോൾ നല്ല ഫാറ്റായി നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ പോകാനുള്ളതുകൊണ്ട് തന്നെ ഞാനിത് കുറേ വീഡിയോസൊക്കെ കണ്ട് പഠിച്ചിടത്തോളം അരിഭക്ഷണം ഷുഗർ ഒഴിവാക്കി വെച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മളെ ബോഡിയിലുള്ള ഓവറായിട്ട് അവിടെ ഇവിടെ അടിഞ്ഞു കൂടി കിടക്കുന്ന ഫാറ്റ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറക്കുമ്പോൾ ശരീരത്തിന് ബേൺ ചെയ്യേണ്ടി വരും. അങ്ങനെ തടി കുറയും എന്നാണ് എനിക്കും മനസ്സിലായത്. ആ ഒരു ബേസിലാണ് ഞാൻ ഈ ഒരു ഡയറ്റ് തന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ തടി കുറക്കണം എന്നുള്ളവർ 1-2 ആഴ്ച LCHF ഡയറ്റ് പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്താൽ മതി. എനിക്കത് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ രീതി ഫോളോ ചെയ്യുന്നത്. ഇതിലാകുമ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ പൊരിച്ചത് ഒക്കെ കഴിക്കാൻ പറ്റും. ഭയങ്കരമായിട്ട് നമ്മൾ വിശന്നിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ആ ഒരു ഡയറ്റ് യൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ നമ്മളെ ജീവിതം ഇങ്ങനെ കിടക്കല്ലേ, ഇന്നൊരു 2 ആഴ്ച നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഡിസിഷൻ എടുത്തൂടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.